ജാസ്മിനെ അറ്റാക്ക് ചെയ്തതിൽ റസ്മിന് 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷൻ, യെല്ലോ കാർഡ് കിട്ടിയിരിക്കുകയാണ്. എന്താണ് അവിടെ നടന്നത്? ബിഗ് ബോസ് ഇന്ന് ലാലേട്ടൻ ആരെയാണ് എയിം ചെയ്ത് വന്നേക്കുന്നത്? അത് പവർ ടീമിനെയാണോ, അത് ബാക്കിയുള്ള ടീം മെമ്പേഴ്സിനെയാണോ, റസ്മിനെയാണോ? എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്? എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം രേവതി. വീഡിയോ ആയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ കാര്യം റസ്മിനെ കുറിച്ച് പറയാൻ നമ്മളെല്ലാവരും കാത്തിരിക്കുന്നത് റസ്മിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ റസ്മിന് ഇന്ന് കിട്ടിയത് യെല്ലോ കാർഡാണ്. നമ്മൾ വിചാരിച്ച പോലെ തന്നെ പുറത്താക്കിയിട്ടൊന്നുമില്ല, യെല്ലോ കാർഡാണ്. കാര്യം പുറത്താക്കുന്നത് വേറെ 2 വ്യക്തികളെയാണ്. യെല്ലോ കാർഡും ഡയറക്റ്റ് നോമിനേഷനുമാണ്. ആദ്യം ലാലേട്ടൻ വന്നിട്ട് സാബുമോൻ, അതേപോലെ തന്നെ ശ്വേത പവർ ടീമിനെ മാത്രം ഭയങ്കരമായിട്ട് പൊരിച്ചിട്ടുണ്ട്. പവർ ടീമിൻ്റെ ആ ഒരു പവർ ടീമായിട്ടുള്ള നിന്നത്, ഓണേഴ്സായിട്ടുള്ള നിന്നത്, ഇൻഡിവിജ്വലി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും വൈരാഗ്യം തീർക്കുന്ന പോലെ നിന്നെന്നുള്ള രീതിയിലാണ് നിന്നത്. അതിൽ അപ്സരയുടെ ഗ്രൂപ്പ് ഉണ്ടല്ലോ, അവരെ ഭയങ്കരമായിട്ട് പൊക്കിയിട്ടുണ്ട്. അവർ കുറച്ച് ഓവറായിരുന്നു, നല്ല ഓവറായിരുന്നു ആദ്യത്തെ ദിവസം. പക്ഷെ അതിനെ ഭയങ്കരമായ രീതിയിൽ പുകഴ്ത്തിയിട്ടുമുണ്ട്. അപ്പോൾ അവരെ മിസ്ലീഡ് ചെയ്ത് കുറച്ച് കൊണ്ടുപോയിട്ടുണ്ട്. അതവിടെ നിൽക്കട്ടെ. പക്ഷെ പവർ ടീമിനെ ഭയങ്കരമായ രീതിയിൽ ലാലേട്ടനും ശ്വേതയാണെങ്കിലും സാബു ആണെങ്കിലും നല്ല രീതിയിൽ അവർക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, അതായത് വഴക്ക് കൊടുത്തിട്ടുണ്ട്. അവർ ഓണേഴ്സും അല്ല, പവർ ടീമും ആയിരുന്നില്ല, വളരെ മോശമായിട്ടാണ് ബിഹേവ് ചെയ്തതെന്നുള്ള രീതിയിൽ. അതായത് ബിഹേവ് എന്നാൽ കളിച്ചത്, ടാസ്ക് കൊണ്ടുപോയത് അങ്ങനെയാണെന്ന്. അതിനിടയ്ക്ക് നോറയ്ക്ക് റസ്മിനും നല്ലതും ശ്വേത പറഞ്ഞിട്ടുണ്ട്. ഇനി റസ്മിൻ്റെയും ജാസ്മിൻ്റെയും കാര്യങ്ങൾ 2 പേരെ എണീപ്പിച്ച് നിർത്തി സിജോയാണ് പരാതി കൊടുത്തേക്കുന്നത്. സിജോയാണ് ഈ വിഷയത്തിൽ ബിഗ് ബോസിന് പരാതി കൊടുത്തത്. അപ്പോൾ സിജോ പറഞ്ഞു, ഞാനാണ് പരാതി കൊടുത്തത്, എനിക്ക് മനസ്സിലായിരുന്നു, ഞാനിതൊരിക്കലും പ്രോത്സാഹിപ്പിക്കില്ല, ഞാനിത് കഴിഞ്ഞാണ്, ഇങ്ങനത്തെ ഒരു ആക്ട് ഒരിക്കലും ഞാൻ ബിഗ് ബോസ് വീട്ടിൽ പ്രോത്സാഹിപ്പിക്കില്ല. എനിക്ക് വേറൊരു കാര്യം തോന്നിയത്, റസ്മിൻ കയറി ജാസ്മിനെ അറ്റാക്ക് ചെയ്തു. അത് കഴിഞ്ഞ് ജാസ്മിൻ പിന്നെയും അതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക റോബോട്ടായിട്ട് തന്നെ. അപ്പോൾ എനിക്ക് പിന്നെ കരയുന്നുണ്ടായിരുന്നു. അത് കണ്ടപ്പോൾ വളരെ വിഷമം തോന്നി എന്ന് സിജോ പറയുന്നുണ്ടായിരുന്നു. അപ്സര അതിൻ്റെ ഇടയിൽ കൂടെ വേറൊരു കാര്യം പാര വെച്ച് അൻസിബയ്ക്ക് അപ്സര പറയാണ്, ഇന്ന് ഞാൻ വിചാരിച്ചു റസ്മിനാണ് അടി കിട്ടിയതെന്നും ജാസ്മിനാണ് അടിച്ചതെന്നും. ഞാൻ റസ്മിനെ പോയി പിടിക്കാൻ പോയപ്പോൾ അൻസിബ വന്നിട്ട് ചാടി വീണിട്ട് പറഞ്ഞു, അങ്ങോട്ട് മാറി നിൽക്കേ, മാറിപ്പോക്, വളരെ വളരെ മോശമായിട്ട് ഇറങ്ങിപ്പോകാൻ എന്നോട് പറഞ്ഞു. അത് കഴിഞ്ഞ് പിന്നെ നിന്ന് പറയുന്നത് കേട്ടു മാസ് കാണിക്കാനാണ് ഞാൻ വന്നതെന്ന്. അപ്പോൾ അർജുനും പറഞ്ഞു റസ്മിനാണ് പ്രവോക്ക് ചെയ്തതും തെറ്റിയിരുന്നു റസ്മിനാണെന്ന് പറഞ്ഞു. അൻസിബ ഇവിടെ ഇതിനോട് ഉത്തരം പറഞ്ഞത് തിളച്ച എണ്ണയാണ് ഇവിടെ ഇരിക്കുന്നത്. അപ്പം ആ എണ്ണ ആരുടെയെങ്കിലും മേത്ത് വീണിരുന്നെങ്കിൽ എന്നുള്ള പേടിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ റസ്മിൻ എന്നെ പിടിവിടാൻ പറഞ്ഞു, അങ്ങനെ ഞാൻ പിടിപെട്ടു. പിന്നെ ആരും പുള്ളിക്കാരിക്ക് അപ്പോൾ പിടിക്കുന്നത് ഇഷ്ടം ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ അപ്സരയോട് അങ്ങനെ പറഞ്ഞത്. എണ്ണ വീഴുന്നിരുന്നെങ്കിൽ എന്ത് ബുദ്ധിമുട്ടായേനെ എന്ന് പേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, ഇതിൻ്റെ ഒന്നും ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ, ജാസ്മിൻ വിളിക്കുമ്പോൾ പോകണമായിരുന്നു, അത്രേ ഉള്ളൂ. അല്ല, എനിക്കത് പോകാൻ തോന്നിയില്ല, ഇറിറ്റേറ്റഡ് ആയിരുന്നു. അപ്പോൾ അൻസിബയുടെ വായുന്നത് വന്നു. അപ്പോൾ അപ്സര, അതെ അങ്ങനെ പോകാമായിരുന്നു. അപ്പോൾ ജാസ്മിൻ പറഞ്ഞു, ഞാനല്ല വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും ഇവരിങ്ങനെ പെരുമാറില്ലായിരുന്നു. പിന്നെ വേറൊരു കാര്യം കൂടെ അപ്സര പറഞ്ഞു, ഇത് അൻസിബ മാസ് കാണിക്കാനാണ് അപ്സര വന്നതെന്ന് പറഞ്ഞത് അവിടെ വെച്ചിട്ടല്ല, 2-3 മണിക്കൂർ കഴിഞ്ഞ് ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടാണെന്ന്. അപ്പോൾ അഭിഷേക് പറഞ്ഞു, ഞാൻ പോകാമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ലാലേട്ടൻ പറഞ്ഞു, നിങ്ങൾ പോകാമെന്നല്ല, ഇത് അവിടെ ശ്വേതയാണ്, ഗസ്റ്റാണ് വിളിച്ചു വരുത്തിയത് നിങ്ങൾ അവിടെ പോകണമായിരുന്നു. നിങ്ങളെ പെർഫോമൻസ് അല്ല, അവിടെ വേറെ പെർഫോമൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നിങ്ങളെ വിളിച്ചത്, അല്ലാണ്ട് വേറെ ഒന്നിനും വേണ്ടിയിട്ടല്ല, സ്വന്തം കാര്യത്തിന് വേണ്ടിയിട്ടും അല്ല. എൻ്റെ കൂടെ നോറ, അയ്യോ ലാലേട്ടാ ഞാനിൻ്റെ ഉത്തരവാദിയല്ല കേട്ടോ, ഞാനിൻ്റെ ഉത്തരവാദിയല്ല, ഞാനല്ല ഇതൊന്നും ചെയ്യിപ്പിച്ചതെന്നും പറയുന്നുണ്ട്. അപ്പോൾ റസ്മിനെ തെറ്റാണോ നിങ്ങൾ ചെയ്തത്? തെറ്റ് തന്നെയാണെന്ന് റസ്മിൻ പറയുകയും അത് കഴിഞ്ഞിട്ട് ലാലേട്ടൻ പറഞ്ഞു, തെറ്റ് തന്നെയാണല്ലോ, എന്നാൽ ശരി, ഇതാണ് യെല്ലോ കാർഡ്, ഇത് റസ്മിനുള്ള യെല്ലോ കാർഡാണ്, 2 ആഴ്ച ഡയറക്റ്റ് നോമിനേഷനും. അപ്പോൾ അതിൻ്റെ അടുത്ത ആഴ്ചയും റസ്മിൻ ഡയറക്റ്റ് നോമിനേറ്റഡ് ആണ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഡയറക്റ്റ് നോമിനേഷൻ, അങ്ങനെ റസ്മിൻ നോമിനേഷനിൽ വന്നു. കുറേ ആഴ്ചകൾക്ക് ശേഷം റസ്മിൻ നോമിനേഷനിൽ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് റസ്മിനുള്ള ശിക്ഷ. ബാക്കി അങ്ങനെ ഇജക്ട് ചെയ്ത് കളയോ അങ്ങനെയൊന്നും ചെയ്തില്ല, നോമിനേഷൻ വേണ്ടിയിട്ടേക്കാണ്. ഇപ്പോൾ അവിടെ പവർ ടീമിനെ ക്യാപ്റ്റനെയൊക്കെ പൊരിച്ചോ, പവർ ടീമിൻ്റെ പൊരിയിൽ കഴിഞ്ഞു. ഇതിനകത്ത് ആകെ കൂടെ പുളകിതയായിട്ട് ഇരിക്കുന്ന ഒരു ടീമുണ്ട്, അപ്സരയുടെ ടീം. ഇങ്ങനെയാണ് അപ്സരയുടെ ടീം ഭയങ്കരമായിട്ട് മിസ്ലീഡ് ചെയ്ത് പോകുന്നുണ്ട്. ഭയങ്കര സൂപ്പറായിരുന്നൊക്കെ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്, കുഴപ്പമില്ല. പക്ഷെ പവർ ടീമാണ് ഇവിടെ ഭയങ്കരമായിട്ട് ഇന്ന് ബിഗ് ബോസിൻ്റെ ഇര എന്ന് പറഞ്ഞാൽ പവർ ടീമാണ്. പവർ ടീമിനെ തച്ചുടച്ചുകൊണ്ടിരിക്കുകയാണ് ക്യാപ്റ്റനെയും നമ്മുടെ ഋഷിനെയും. അപ്പോൾ ഇതാണ് നടന്നത്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബായ്.